ഇന്ന് വരെ ദൈവം നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ബൈബിളിൽ പറയുന്ന പൈശാചിക തിന്മകൾക്കെതിരെയുള്ള തിരുവചനങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. ഒന്നാമത്തെ തിരുവചനം എന്ന് പറയുന്നത് സങ്കീർത്തനം പുസ്തകത്തിൽ 34 അധ്യായം 7 വാക്യം. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കും. രണ്ടാമത്തെ ഒരു വാക്യമാണ് സങ്കീർത്തനം പുസ്തകത്തിൽ 57 അധ്യായം 3 വാക്യം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിച്ചവർക്കെതിരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കരുണയും വിശ്വസ്തതയും അയക്കും. സങ്കീർത്തന പുസ്തകം 108 അധ്യായം 13 വാക്യം. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ 121 അധ്യായം 27 വാക്യം. സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടെ നിന്ന് നിന്റെ ജീവൻ രക്ഷിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ 23 അധ്യായം 23 വാക്യം. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്ര ഫലിക്കുകയുമില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവനെന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. നിയമാവർത്തന പുസ്തകം 28 അധ്യായം 7 വാക്യം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്നെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. പുറപ്പാട് പുസ്തകം 14 അധ്യായം 14 വാക്യം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. പുറപ്പാട് 23 അധ്യായം 20 വാക്യം. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും. ജെറമിയ 30 അധ്യായം 8 വാക്യം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, അന്നു ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടുകയും വിദേശികൾ അവരെ അടിമകളാക്കുകയുമില്ല. 1 ദിനവൃത്താന്തം 17 അധ്യായം 8 വാക്യം. നീ പോയയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെ എല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെക്കാൾ കീർത്തിമാനാക്കും. മലാക്കി അധ്യായം 4 അധ്യായം 3 വാക്യം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരുടെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും. അവർ നിങ്ങളെ കാൽ കീഴിൽ ചാരം പോലെ ആയിത്തീരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 54 അധ്യായം 17 വാക്യം. നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിന്നെക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും നിന്റെ നീതി നടത്തിപ്പിലുമാണ് ഇത്. സെഫാനിയ പുസ്തകത്തിൽ 3 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു, നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവ് കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. എഫേസോസിൻ്റെ അധ്യായം 6 വാക്യം 11 തിരുവചനം. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കുവിൻ, നിൽക്കുവിൻ, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എഫേസോസ് 6 അധ്യായം 12 വാക്യം. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ ലോക അന്ധകാരത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 20 അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തു നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയൊരു ചങ്ങലയുമുണ്ട്. അവൻ ഒരു ഉഗ്രസർപ്പത്തെ, സാത്താനെയും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധിതനാക്കി. ഈ തിരുവചനങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പിശാചിൻ്റെ തിന്മകൾക്കെതിരെ ഈ തിരുവചനങ്ങൾ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം.